ഹാക്കിങ്ങിൽ കഴിവേറിയവനായ വിഷ്ണു ജീവിതത്തിൽ ഒരു സീരിയസുമല്ലാതെ തിണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. അവന്റെ ലവറായ ശില്പ ഒരു വലിയ ഫിനാൻസ് കമ്പനിയുടെ മുതലാളിയുടെ മകളാണ്. വിഷ്ണുവിന് ഒരു ജോലിയും കൂലിയും ഇല്ലായിരുന്നു. സപ്ലൈ അടിച്ച് പൊട്ടിയ പേപ്പറുകൾ എഴുതി തിരുത്തിട്ടുമില്ലായിരുന്നു അവൻ. അതുകൊണ്ട് ശില്പ അവനെ നാണം കെടുത്തുകയും പിന്നീട് അവനെ തേക്കുകയും ചെയ്തു. ദേഷ്യത്തിലും സങ്കടത്തിലുമായ വിഷ്ണു അവന്റെ ഹാക്കിംഗ് കഴിവ് ഉപയോഗപ്പെടുത്തി ശില്പയുടെ അച്ഛന്റെ ഫിനാൻസ് കമ്പനിയുടെ സെർവർ ഹാക്ക് ചെയ്യുന്നു. കമ്പനിയുടെ മുഴുവൻ ഡാറ്റയും ഡിലീറ്റ് ചെയ്ത് വലിയ നഷ്ടം കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അവരുടെ സുരക്ഷ അവർ ശക്തമാക്കിയെങ്കിലും വിഷ്ണു വീണ്ടും ഹാക്ക് ചെയ്ത് സെർവർ തകർക്കുന്നു. കമ്പനിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ശില്പയുടെ അച്ഛൻ എത്തിക്കൽ ഹാക്കറായ സിമിയെ കമ്പനിയിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നു. കാതൽ എന്ന പേര് ഉപയോഗിച്ചാണ് വിഷ്ണു അവരുടെ സെർവർ ഹാക്ക് ചെയ്യുന്നത്. അത് ആരാണെന്ന് കണ്ടെത്താനായി സിമി ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷേ വിഷ്ണു വീണ്ടും അവന്റെ കളികൾ മറിക്കാൻ വലിയ വലിയ കളികൾ കളിക്കുന്നു. ശില്പയുമായി കല്യാണം ആലോചിച്ചുറപ്പിച്ച മാത്യു എന്ന ചെക്കന്റെ ഐഡി ഉപയോഗിച്ച് ഹാക്ക് ചെയ്ത് കുറ്റം അവന്റെ മേലിടുന്നു. പോലീസ് മാത്യുവിനെ തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ വിഷ്ണുവിന്റെ അച്ഛൻ അവനെ വിശ്വസിച്ച് പുതിയൊരു ലാപ്ടോപ്പ് അവന് വാങ്ങിക്കൊടുക്കുന്നു. അവൻ എല്ലാ അക്കൗണ്ടുകളും ഒഴിവാക്കി ഹാക്കിംഗ് നിർത്തുന്നു. അങ്ങനെ പൊട്ടിപ്പോയ എല്ലാ പേപ്പറുകളും അവൻ എഴുതിയെടുത്ത് ബാംഗ്ലൂരിൽ ഒരു ജോലിക്കായി ഇന്റർവ്യൂവിന് പോയി. അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സിമിയുടെ മുന്നിലാണ് അവൻ എത്തിപ്പെടുന്നത്. അവൾ ഒരുപാട് ശ്രമിച്ചിട്ടും കണ്ടെത്താനാകാത്ത കാതലിനാണ് അവളുടെ മുന്നിലുള്ളതെന്ന് അറിയാതെ ഒപ്പം ജോലി ചെയ്യുന്നു.